നമസ്കാരം. രേവതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ 2017 ആണ്ടിൽ വിഷുഫലമായി പറയുന്ന കാര്യങ്ങൾ പൊതുവെ കഴിഞ്ഞ 2-3 വർഷമായിട്ട് കുടുംബത്തിൽ സമാധാനം, ഉദ്യോഗത്തിൽ സ്ഥാനക്കയറ്റം, വ്യാപാരത്തിൽ പുരോഗതി, പുതിയ വ്യവസായ മേഖലകളിൽ നിന്നും വളരെ അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങൾ, പഠിച്ച വിദ്യ പ്രാവർത്തികമാക്കുവാൻ സാധിക്കുക, ഉപരിപഠനത്തിന് അവസരം വന്നു ചേരുക, ഗൃഹനിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ച് ഗൃഹപ്രവേശന കർമ്മം നിർവഹിക്കുക, പിന്നെ പുതിയ കാർഷികമായിട്ടുള്ള മേഖലകളിൽ ആത്മാർത്ഥമായി പ്രവർത്തിക്കുന്നത് വഴി ആശ്വാസമുണ്ടാവുക, മാതാപിതാക്കളുടെ ആവശ്യങ്ങൾ വേണ്ട വിധത്തിൽ നിർവഹിക്കുക, ഇങ്ങനെയൊക്കെ ശുഭഫലങ്ങളെല്ലാം തന്നെ കഴിഞ്ഞ 2 വർഷമായിട്ട് അനുഭവിച്ചു വന്നിരുന്ന കാര്യങ്ങൾ ഏറെക്കുറെ സെപ്റ്റംബർ മാസം വരെ തുടരുവാനുള്ള യോഗമുണ്ടെങ്കിലും സെപ്റ്റംബർ മാസം മുതൽ ഒരു വർഷത്തേക്ക് വളരെ എല്ലാ കാര്യങ്ങളിലും വളരെ ശ്രദ്ധിക്കണം. വ്യാപാരത്തിൽ പണം മുതൽ മുടക്കുന്നത് ഉചിതമല്ല. ഉള്ള ഉദ്യോഗം ഉപേക്ഷിച്ച് മറ്റൊന്നിന് ശ്രമിക്കുന്നത് ഗുണകരമായി തീരുകയില്ല. വിദേശത്തുനിന്ന് ജന്മനാട്ടിൽ വന്നു പോകുന്നത് വഴി ഒരുപക്ഷെ ജോലി നഷ്ടപ്പെടുവാനുള്ള യോഗം കാണുന്നുണ്ട്. ചെയ്യാത്ത കുറ്റത്തിന് അപരാധം കേൾക്കുവാൻ സാധ്യത കാണുന്നു. വ്യാപാരത്തിൽ മാന്ദ്യം അനുഭവപ്പെടുന്നത് വഴി പണം വാങ്ങിയ സംഖ്യ കടം കൊടുക്കുവാൻ, തിരിച്ചു കൊടുക്കുവാൻ വസ്തു വിൽക്കേണ്ടതായ സാഹചര്യങ്ങൾ ഉണ്ടായിത്തീരും. വ്യാപാരത്തിൽ മാന്ദ്യം അനുഭവപ്പെടും. പരീക്ഷണ നിരീക്ഷണങ്ങളിൽ പരാജയമുണ്ടാകും. കലാകായിക മത്സരങ്ങളിൽ പ്രതീക്ഷിച്ച നേട്ടം കുറയും. നിയതമായിട്ടുള്ള വ്യവസ്ഥകൾ പാലിക്കുവാൻ അഹോരാത്രം പ്രവർത്തനം വേണ്ടിവരും. നാഡി, ഉദര, നീർദോഷ രോഗപീഠകളെ കൊണ്ട് അസ്വാസ്ഥ്യം അനുഭവപ്പെടും. ഏതൊരു കാര്യത്തിലും സെപ്റ്റംബർ മാസം മുതൽ രേവതി നക്ഷത്രക്കാര് എല്ലാ പ്രകാരത്തിലും വളരെ ശ്രദ്ധയും സൂക്ഷ്മതയും എല്ലാ മേഖലകളിലും വേണം. പ്രത്യേകിച്ച് സാമ്പത്തികമായിട്ടുള്ള വിഷയത്തിൽ വളരെ നിയന്ത്രണം എല്ലാ പ്രകാരത്തിലും വേണ്ടതുമാണ്. ഇതാണ് രേവതി നക്ഷത്രക്കാരുടെ ഈ 2017 ആണ്ടിലെ വിഷുഫലം. നമസ്കാരം.